ഐഹിക ജീവിതത്തിൽ നാം ചില പരമാർത്ഥങ്ങൾ ഉൾക്കൊണ്ടേ മതിയാകൂ. അവ താഴെ പറയും പ്രകാരമാണ്. ജനനം, മരണം, ദുരിതം, വാർദ്ധക്യം എന്നിവ ദുഃഖമാണ്. ഇവയൊന്നുമില്ലാത്ത ഒരു ജീവിതവും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് സാമാന്യമായി പറഞ്ഞാൽ മനുഷ്യജീവിതം തന്നെ ദുഃഖാത്മകമാണ്. ദുഃഖത്തിന് കാരണം അദമ്യമായ ജീവിത തൃഷ്ണയാണ്. ഈ ജീവിത തൃഷ്ണയെ വൈരാഗ്യം കൊണ്ട് നിരോധിക്കാം. ദുഃഖനിരോധനത്തിന് നാം സ്വീകരിക്കേണ്ട ചില മാർഗങ്ങളുണ്ട്. ഈ നാലും പരമമായ സത്യങ്ങളാണ്. ഇവയെ ആര്യസത്യങ്ങൾ എന്ന് പറയുന്നു. ജീവിതം ദുഃഖമയമാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇതിനെക്കുറിച്ച് നമുക്ക് സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിക്കാം. ജനനം ദുഃഖം അഭിമുഖീകരിക്കുന്നതിൻ്റെ ആരംഭമാണ്. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായി ഓരോ ജന്മവും സ്വീകരിക്കേണ്ടി വരുന്നു. പരമമായ ആനന്ദവും ശാന്തിയും കൈവരിക്കുന്ന ജീവന് വീണ്ടും ജനിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ജനനം ദുഃഖമാണ്. വാർദ്ധക്യം ദുഃഖമാണെന്ന് പറയേണ്ടതില്ലല്ലോ. നിസ്സഹായതയുടെയും മരണമെന്ന ദുർവിധിയുടെയും പേക്കിനാവിൽ നീറിപ്പിടയുന്ന വാർദ്ധക്യം ദുഃഖപൂരിതമാണ്. ആർക്കും അതിനെ മറികടക്കുവാൻ സാധ്യമല്ല. ദുഃഖസ്പർശമില്ലാത്ത ജീവിതസുഖം മനുഷ്യർക്ക് ഒരിക്കലും കരഗതമാവുകയില്ല. അതിനാൽ ജീവിതം തന്നെ ദുഃഖമാണ് എന്ന് പറയാം. ഇതാണ് ഒന്നാമത്തെ ആര്യസത്യം. അടുത്തത് ദുഃഖം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. ആശയാണ് നിരാശയ്ക്ക് കാരണം. ആശയില്ലെങ്കിൽ നിരാശ ഉണ്ടാവില്ല. ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ക്ഷണിക സുഖ അനുഭവങ്ങളിൽ നിന്നും സുഖവും സംതൃപ്തിയും ലഭിക്കുമെന്ന് നാം വ്യാമോഹിക്കുന്നു. ഈ വ്യാമോഹത്തിനെ തൃഷ്ണ എന്ന് വിളിക്കുന്നു. ഈ തൃഷ്ണ ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അനുസ്യൂതമായി മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തൃഷ്ണയാണ് ദുഃഖത്തിന് പ്രധാന ഹേതുവായി പരിണമിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ആര്യസത്യം. തൃഷ്ണയെ എങ്ങനെ അടക്കാം? മനോനിയന്ത്രണം ഒന്ന് മാത്രമാണ് അതിന് അനുവർത്തിക്കേണ്ടത്. എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്? അനാവശ്യമായ ആഗ്രഹങ്ങളിൽ നിന്നും മനസ്സിനെ നിരോധിക്കുക. ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ശാശ്വതവും സുഖപ്രദവുമല്ലെന്ന യാഥാർത്ഥ്യം നമ്മിൽ വൈരാഗ്യം ഉണ്ടാക്കും. ഈ വൈരാഗ്യം കൊണ്ട് തൃഷ്ണയെ ഉന്മൂലനം ചെയ്യാം. ഇതാണ് മൂന്നാമത്തെ ആര്യസത്യം. ദുഃഖത്തെ നിരോധിക്കുവാൻ ചില മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്. ആ മാർഗങ്ങൾ 8ആയി തിരിക്കുന്നു. യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ദുഃഖത്തെ നിരോധിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ശരിയായ ദൃഷ്ടി, ശരിയായ സങ്കല്പം, ശരിയായ വാക്യം, ശരിയായ കർമ്മം, ശരിയായ ആജീവം, ശരിയായ വ്യായാമം, ശരിയായ സ്മൃതി, ശരിയായ സമാധി എന്നിങ്ങനെ അവയെ 8ആയി വിഭജിക്കുന്നു. മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചലനവും ഈ 8 ഉപാധികളിൽ കൂടിയാണ് ഉണ്ടാകുന്നത്. ഇവ ഒന്നുകൂടി വിശദീകരിക്കാം. ദുഃഖഹേതുക്കളെ നിരോധിക്കുവാനുതകുന്ന മാർഗങ്ങളെപ്പറ്റിയുള്ള ശരിയായ അറിവാണ് സമ്യക് ദൃഷ്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഗദ്വേഷാദികളാലാണ് മനസ്സ് മലിനമാകുന്നത്. ഇവയെ മറികടക്കുവാൻ കാരുണ്യവും സ്നേഹവും നമ്മെ സഹായിക്കും. ഇങ്ങനെ ജീവിതത്തെ ശരിയായ വഴിക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള സങ്കല്പത്തെയാണ് ശരിയായ സങ്കല്പം അഥവാ സമ്യക് സങ്കല്പം എന്ന് പറയുന്നത്. നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കുന്നത് വാക് രൂപമായിട്ടാണല്ലോ. ആശയങ്ങൾ നിർമ്മലമായാൽ വാക്കുകളും നിർമ്മലമാകും. അന്യനെ വേദനിപ്പിക്കുന്ന മിഥ്യാഭാഷണവും അന്യരെ വിയോജിപ്പിക്കുവാൻ ഉതകുന്ന ഏഷണിയും ഒഴിവാക്കി സത്യത്തിൻ്റെ താരസ്വരമായിട്ടുള്ള ശരിയായ സംഭാഷണമാണ് സമ്യക് വാക്യം കൊണ്ടുദ്ദേശിക്കുന്നത്. ഹിംസ, മോഷണം, വ്യഭിചാരം തുടങ്ങിയവയിൽ നിന്നും അകന്ന് സത്പ്രവൃത്തി മാത്രം അനുഷ്ഠിക്കുകയാണ് ശരിയായ കർമ്മം. ശരിയായ ആജീവമാകട്ടെ കപട വ്യാപാര വസ്തുക്കളായ മദ്യം, മാംസം, ആയുധം, ജീവികൾ തുടങ്ങിയവ വിറ്റുകിട്ടുന്ന ധനം കൊണ്ട് നയിക്കുന്ന ജീവിതം ഉപേക്ഷിച്ച് സത്യസന്ധമായ ജീവിതം നയിക്കലാണ്. സമ്യക് വ്യായാമം മാനസികമാണ്. ദുർവിചാരങ്ങളെ അകറ്റി നല്ലത് മാത്രം ചിന്തിക്കുവാൻ മനസ്സിനെ പരിശീലിപ്പിക്കുകയാണ് സമ്യക് വ്യായാമം. പ്രാപഞ്ചിക വസ്തുക്കളുടെ അസ്ഥിരത, അവ അനുക്ഷണം നമുക്ക് തരുന്ന ദുഃഖ അനുഭൂതികൾ, അവയെ പരിപോഷിപ്പിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ വ്യാപാരം, ഇന്ദ്രിയങ്ങളെ വശീകരിക്കുന്ന വിഷയങ്ങൾ എന്നിവയിൽ നിന്നുമുള്ള മോചനത്തെക്കുറിച്ചുള്ള സ്മൃതിയാണ് സമ്യക് സ്മൃതി.
മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുന്ന ധ്യാന പ്രകൃതിയാണ് സമാധി. മാനസിക വിക്ഷേപങ്ങളെ അകറ്റി നിശ്ചലമാക്കി നിർത്തുന്ന ശരിയായ സമാധിയാണ് സമ്യക് സമാധി എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഈ 8 മാർഗങ്ങൾ കൈക്കൊള്ളുന്ന മനസ്സിന് ദുഃഖത്തെ നിരോധിക്കുവാനാകും. ഈ 8 മാർഗങ്ങളെ അവയുടെ വിഷയപ്രാധാന്യമനുസരിച്ച് 3ആയി തരംതിരിക്കാം. ജ്ഞാനം, ശീലം, സമാധി. ശരിയായ വീക്ഷണം, ശരിയായ സങ്കല്പം എന്നിവയെ ജ്ഞാനവിഭാഗത്തിലും ശരിയായ വാക്ക്, കർമ്മം, ആജീവം എന്നിവയെ ശീലവിഭാഗത്തിലും ശരിയായ വ്യായാമം, സ്മൃതി, സമാധി എന്നിവ സമാധി വിഭാഗത്തിലും പെടുത്താം. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.